എൻ്റെ ഒരു ക്ലിനിക്കില് ഉമ്മാന്റെ അക്കൗണ്ടിൽ നിന്നും 6 ലക്ഷം മിസ്സായിട്ടാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. അവന് ഗെയിം കളിച്ചതാ, ക്രിപ്റ്റോ ഗെയിം, എന്തോ ഒരു ഓൺലൈൻ ക്രിപ്റ്റോ ഒക്കെ മാറ്റിയിട്ടുള്ള ഒരു ഓൺലൈൻ ഗെയിം കളിച്ചതാണ് അവന്. ആ ഗെയിമിലൂടെ 6 ലക്ഷമാണ് അവന് നഷ്ടപ്പെട്ടത്. പല സമയങ്ങളിലായിട്ട് അക്കൗണ്ടിൽ നിന്നും അവൻ എടുത്ത് മാറ്റി ട്രാൻസ്ഫർ ചെയ്ത് 6 ലക്ഷം. പൈസ എവിടെയാന്നുള്ളത് അവനൊരു ഐഡിയ ഇല്ല, അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. വലിയ മാഫിയകളാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ളത്. അതിന് മുൻപേ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന, എന്റെ ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ കേട്ട് കാണും, ഞാൻ മുൻപേ പറഞ്ഞതാണത്. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് ലേണിംഗ് ഡിസബിലിറ്റിക്ക് അവനെ കൊണ്ടുവന്നത്. അവനായിട്ട് നല്ല ഫ്രണ്ട്ലി ആയതിനു ശേഷം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞൊരു പാക്കറ്റ് എടുത്തിട്ട്, ഒരു വെള്ള കളർ പൊതി എടുത്തിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഇത് എന്താണെന്നറിയോ? അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവന് കളിയാക്കിയിട്ട് പുച്ഛഭാവത്തിൽ എന്നോട് ചോദിക്കുക, ഡോക്ടറെ ഇതെന്താ നിങ്ങൾക്ക് അറിയില്ലേ? ഇതാണ് കൂള്, അത് ചുണ്ടിന്റെ താഴെ വെച്ച് നോക്കി, നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുമെന്ന്. തമ്പുരാനെ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ സുബൈക്ക് എണീറ്റ് ഏറ്റവും നേരത്തെ ഏർലി മോർണിംഗിൽ എണീറ്റ് പ്രാർത്ഥന തുടങ്ങും. എന്തിനാ ആ നേരത്ത് മൂടി പൊതച്ച് AC ഇട്ട് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്ത് AC ഒക്കെ ഓഫ് ചെയ്ത് പുതപ്പൊക്കെ മാറ്റി എഴുന്നേൽക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ? ഓരോ നേരവും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ ഉളു എടുത്ത് നമസ്കാര പായയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, ഈ പറഞ്ഞ നന്മകളൊക്കെ ചെയ്യുന്നത്, പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ ഉമ്മയെയും ഉപ്പയെയും പരിചരിച്ച് അവർ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? എന്ന് പറയിപ്പിക്കും. കാരണം പ്രായമായി. 6ഉം 60ഉം ഒരുപോലെയാണ്. 6 വയസ്സായി കുഞ്ഞ് പലതവണ നമ്മളെ കൊണ്ട് കുസൃതി കാണിച്ചതുപോലെ ഈ 60 വയസ്സ് കഴിഞ്ഞ പ്രായമായ മാതാപിതാക്കളും കുസൃതികൾ കാണിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ അവിടെ എന്ന് പറയരുത്. ഒരു വെറുപ്പോ ഒന്നും തോന്നാതെ സ്നേഹത്തോടെ അവരെ പരിചരിക്കുമ്പോ എത്ര പ്രയാസമുണ്ടെന്ന് ഓർത്തു നോക്കൂ. ഉറങ്ങാൻ കഴിയോ? ചിലപ്പോ ഉറക്കമിളച്ച് നോക്കേണ്ടി വരും. പണ്ട് നമ്മൾ കുഞ്ഞു പൈതലുങ്ങളായ സമയത്ത് അന്ന് അവർ ഉറക്കമിളച്ചതുപോലെ പ്രായമാകുമ്പോ നമ്മൾ ഉറക്കമിളക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല, ടൂറ് പോവാൻ പറ്റിക്കൊള്ളുന്നില്ല, ഗെറ്റ് ടുഗദറിന് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓരോ നിമിഷവും ഓരോ സമയവും ഇമ വെട്ടാതെ നോക്കിയിരിക്കേണ്ടി വരും മാതാപിതാക്കളെ. പ്രയാസമുള്ള കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ചെയ്യണത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ സ്വർഗം കിട്ടാനാ അല്ലെ? അവരനുഭവിച്ച ത്യാഗങ്ങളോളം എത്തില്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിചരണം. അത്രയേറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒരു ഉമ്മ, കുടുംബിനിയായ ഒരു മാതാവ്. എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കിടന്നുറങ്ങുമ്പോ പോലും നമ്മളെ ചിന്ത എന്താ പ്രിയപ്പെട്ടവരെ? ഉറങ്ങാൻ പോകുമ്പോ നമ്മൾ എന്താ ആലോചിക്കല്ലേ? ഉറങ്ങുകയാണല്ലേ? സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ഉറക്കെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു കുഞ്ഞു രൂപമാണ്. ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോവാ. രാവിലെ ഞാൻ എഴുന്നേൽക്കുമെന്നൊരു ഉറപ്പും എനിക്കില്ല. ഒരു പക്ഷേ സ്ഥായിയായി ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയേക്കാം, മരണപ്പെട്ടു പോയേക്കാം. അത്ര പോലും ഉറപ്പില്ലാത്ത ഉറക്കത്തിലേക്ക് പോലും നമ്മൾ പോകുമ്പോ പ്രാർത്ഥിക്കുന്ന അവസരത്തില്, നാമം ജപിക്കുന്ന അവസരത്തില് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? നാളെന്താ ചായക്കടി ഉണ്ടാക്കുക അല്ലേ? അത് ഏത് ഡോക്ടറായിട്ടും കാര്യമില്ല, ടീച്ചറായിട്ടും കാര്യമില്ല, ഇനി കളക്ടറായിട്ടും കാര്യമില്ല. ഓളുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? തമ്പുരാനെ സുബ്ഹാനല്ലാഹ്, നാളെന്താ ചായക്കടി ഉണ്ടാക്കുക, അൽഹംദുലില്ലാഹ് നാളെന്താ കറി ഉണ്ടാക്കുക. അത് സ്വാഭാവികമാണ്. അമ്മയാണോ? ആ അമ്മയുടെ ഉള്ളിലുള്ള ഒരു കോർഡിനേറ്ററാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടല്ലേ? അവിടെ ഉമ്മണ്ട്, വാപ്പുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, വീട്ടിലുള്ള അംഗങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരൊറ്റ നാസ്തയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഹോട്ടലിൽ പോയ ഈ മനുഷ്യന്മാരൊക്കെ പലതും ആയിരിക്കും ഓർഡർ ചെയ്യുക അല്ലെ? പാപ്പാക്ക് പൊറോട്ട ആണെങ്കിൽ ഉമ്മാക്ക് ഇടിയപ്പായിരിക്കും, വല്യമ്മക്ക് നൂലപ്പായിരിക്കും, കുട്ടികൾക്ക് പുട്ടായിരിക്കും. അപ്പൊ അത്രയും വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇഷ്ടപ്പെടുന്ന സംഖ്യക്ക് ജനങ്ങളുള്ള നമ്മുടെ വീട്ടില് ആ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഇഷ്ടത്തെ ഒരു ഐക്യത്തോടു കൂടിയിട്ട് ഒന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആ ഉമ്മയുടെ, ആ കുടുംബിനിയുടെ, ആ സ്ത്രീയുടെ കഴിവാണ്, അവളുടെ കോർഡിനേഷൻ ആണ്.
ആ ചിന്തയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഒരു പക്ഷെ അവൾ മരിച്ചേക്കാമെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവൾക്കുള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. അതാണ് ഉമ്മ, അതാണ് സ്ത്രീ, അതാണ് മാതാവ്. ചോദിക്കുമ്പോ ചോദിക്കുന്നത് എന്തും എത്തിച്ചു കൊടുക്കാൻ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു കൊടുക്കുവാൻ ഇഷ്ടം പോലെ പണവുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തു വരുന്ന വാപ്പമാർ, കുടുംബനാഥന്മാർ, നിങ്ങൾ ഓർത്തു നോക്കൂ. അത്രയേറെ പ്രാധാന്യമുണ്ട് ആ സ്ഥാനത്തിന്. അവിടെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ആ ത്യാഗത്തെ മനസ്സിലാക്കി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഒരു പ്രയാസമായി കാണാതെ പരിചരിക്കുന്നത് അത്തരത്തിലുള്ള മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഈ പറഞ്ഞ സ്വർഗം കിട്ടാനാ. ആ സ്വർഗമാണ് 6ാം ക്ലാസ് പഠിക്കുന്ന മോന് പറഞ്ഞത്, ഇത് ചുണ്ടിന്റെ താഴെ വെച്ചാൽ ആ സ്വർഗം കിട്ടുന്ന്. എവിടെ പഴിച്ചു പോയത്? മക്കളെ മനസ്സിലാക്കിയ സ്വർഗം മാറിപ്പോയി പ്രിയപ്പെട്ടവരെ. മക്കള് മനസ്സിലാക്കിയ സ്വർഗം മാറിപ്പോയി. കൂള് ചുണ്ടിന് താഴെ വെച്ചാൽ ലഭിക്കുന്ന നൈമിഷികമായ സ്വർഗമാണ് അവരുടെ സ്വർഗം. അതിനപ്പുറത്തേക്കൊരു സ്വർഗമുണ്ട്. എറ്റേണലായ ഭൂമിയിലെ ജീവിത മരണാനന്തരമായി ലഭിക്കുന്ന സ്വർഗത്തെ കുറിച്ച് അവർക്കറിയില്ല. പക്ഷെ കൂള് വെച്ചാൽ കിട്ടുന്ന സ്വർഗം നൈമിഷികമാണ്. ഡോപ്പമൈൻ ക്രഷ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. മക്കൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം എന്ത് സംഭവിക്കുന്നു. സിന്തറ്റിക്കോ നോൺ സിന്തറ്റിക്കോ ആയിട്ടുള്ള MDMA LSD പോലെയുള്ള എനി പ്രോഡക്ട്സ്, ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുക്കളും ആയിക്കോട്ടെ, എന്ത് എഫക്റ്റ് ആണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഇവരുടെ വൈബിൽ സംസാരിക്കുകയാണെങ്കിൽ, അവരുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ സ്വർഗം കാണും, വൈബാകും, അല്ലെ, പമ്പരം കറങ്ങും. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന ഓരോ വേർഡ്സ് ആട്ടോ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ കൊണ്ടുവരുന്ന മക്കളെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മൾ, പല രൂപത്തിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ വേർഡ്സ്, അവരുടെ സ്റ്റിക്കറുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ പൊട്ടക്കിണറിലെ തവളകളാ, അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വേൾഡ് വിശാലമാണ്. പൊട്ടക്കിണറേ എന്തോരം മീനുകളാ, എന്തോരം ചെടികളാ, എത്ര മനോഹരമാണ് എന്റെ ലോകം എന്ന് പറയുമ്പോൾ ഓർക്കുക, അതിനപ്പുറം വിശാലമായ മറ്റൊരു ലോകമുണ്ട്. അതുകൊണ്ട് ചാടി പുറത്തേക്ക് വരണം, മക്കളുടെ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് മില്ലേനിയം ജനറേഷൻ, എന്താണ് ജനറേഷൻ Z, എന്താണ് ആൽഫ ജനറേഷൻ, എന്താണ് അവരുടെ പ്രത്യേകതകൾ. 2010 ശേഷമുള്ള കുട്ടികൾ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കളാ. നിങ്ങൾക്കറിയോ, നമ്മളെക്കാളും 300 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി അവർക്ക് കൂടുതലാ. നമ്മളെ കുട്ടിയൊക്കെ നമ്മളെക്കാളും തലച്ചോറിന്റെ കപ്പാസിറ്റി കൂടുതലായിട്ടാ അവർ ജനിക്കുന്നേ. ആ പ്രൊഡക്ടിവിറ്റി അതിന്റെ അതേ അർത്ഥത്തിലും ആഴത്തിലും പൂർണ്ണമായും അങ്ങ് പുറത്തേക്ക് എടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പിടിച്ചാ കിട്ടാത്തതാ. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിക്കും. അത്രയും ലിറ്ററേറ്റഡ് ആണ് ഡിജിറ്റലി അവർ, ടെക്നോളജി വൈസ് അത്രയും അറിവുള്ളവരാണ് അവര്. കാരണം അവർ ജീവിക്കുന്ന ഡിജിറ്റൽ എറയിലേക്ക് ജനിച്ചു വീണവരാണ് അവര്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഓടണം. പക്ഷെ കണ്ടുവരുന്നത് എന്താ? നമ്മള് നിഷ്പ്രയാസം പറ്റിക്കപ്പെടുക, നിഷ്പ്രയാസം നമ്മൾ പറ്റിക്കപ്പെടുക. ഒരു ഉമ്മ വന്ന് പറഞ്ഞത്, മോളെ ആ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നേ. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് വളരെ സന്തോഷത്തിലാ ഉമ്മ പറയാണ്, ഡോക്ടർ എന്റെ ടെൻഷനൊക്കെ ഇപ്പൊ പോയി, എന്റെ മോനാണ് ഇനി ഉള്ളത്, മോന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബേജാറും ഇല്ല കേട്ടോ, മോന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, കാരണം നല്ല കുട്ടിയാ. എന്നിരുന്നാലും നമ്മളെ കുട്ടികളല്ലേ, കാലം അങ്ങനെയല്ലേ. വൈകുന്നേരം ആവുമ്പോ ഓൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഞാൻ ഓനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന്, ഞാൻ ഓനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അതെന്തിനാ നിങ്ങൾക്ക് അറിയോന്ന് എന്നോട് ചോദിക്കാം. നമ്മൾ എന്തിനാ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണേ? നമ്മളെ കുട്ടികളാണ്, അല്ലേ? അവരെത്ര മുതിർന്നാലും, അവര് വാപ്പ വല്യാപ്പമാരായാലും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളാ. നൊന്ത് പ്രസവിച്ച് 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് അത്ര കാലം ഗർഭം ചുമന്ന് നടന്ന് പ്രസവിച്ച് വളർത്തി പോറ്റിയ ഉമ്മമാരാണ്, മാതാപിതാക്കളാണ്. അവരെന്നും നമ്മുടെ മക്കളാ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. കെട്ടിപ്പിടിക്കലും പുന്നാരിക്കലും ഉമ്മ കൊടുക്കലും 2 വയസ്സായ നിർത്താനുള്ളതല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അത് നിർത്തുന്നതാണ് ഇതിന്റെ മറ്റൊരു കാരണം പ്രിയപ്പെട്ടവരെ. അതെന്നോ നിർത്തിയിട്ടുണ്ട്, ഇല്ലേ? ഒരു സെഷനില് കൗമാരക്കാരായ കുട്ടികളുടെ സെഷനിൽ ചോദിച്ചത്, എത്ര കാലമായി ഉമ്മ കിട്ടിയിട്ട്? ഓർമ്മയില്ലല്ലോ ഡോക്ടറെ എന്ന് കുട്ടികൾ പറയാ. ഓർമ്മയില്ലാന്ന്. നമ്മൾ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും മാതാപിതാക്കളുടെ അരികിൽ നിന്നും അവർക്ക് മുത്തം ലഭിച്ചത് ഓർമ്മയില്ല എന്ന് പറയുമ്പോ നമ്മൾ എവിടെ ഇരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
നമ്മളെ സ്നേഹം എപ്രകാരമാണ് നമ്മൾ അവർക്ക് പ്രകടമാക്കുന്നത്? എവിടെയാണ് അത് ലഭിക്കുന്നത്? കമലാ സുരയ്യ പറഞ്ഞതുപോലെ മാധവിക്കുട്ടി പറയാണ്, പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കന്റെ ധനവും ഒരുപോലെയാണെന്ന്. പ്രിയപ്പെട്ടവർ, ഇത് കൊടുത്താലേ കിട്ടുള്ളൂ. ഇത് ഉള്ളിൽ ഒതുക്കിയിട്ട് കാര്യമില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ ഞങ്ങളെ സ്നേഹമൊക്കെ ഉള്ളിൽ, ഞങ്ങൾക്ക് ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെന്ന്. അത് തന്നെയാണ് മിസ്റ്റേക്ക്. ഉള്ളിൽ വെക്കാനുള്ളതല്ല ഇത്. ഇത് തുറന്ന് പുറത്തേക്ക് കൊടുക്കണം. ഐ ലവ് യു എന്ന് പറയാൻ പഠിക്കണം. അത് തുറന്ന് മക്കളോട് അവരുടെ പുന്നാരിക്കൽ, അവരെ കൊഞ്ചിക്കൽ നിർത്താനുള്ളതല്ല. എന്നും പുന്നാരിക്കണം, എന്നും അവരെ കൊഞ്ചിക്കണം, എന്നും അവരെ നെറുകയിൽ താലോലിക്കണം. സ്വാഭാവികമായും എന്തിനാ ഞാൻ എന്റെ കുട്ടിക്ക് ഉമ്മ കൊടുക്കണേ എന്നുള്ള ആ ഉമ്മയുടെ ചോദ്യത്തിന് മുമ്പില് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉത്തരങ്ങളുണ്ട്. നിരവധി ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്റെ കുട്ടി ആയതുകൊണ്ടാ, അത്രയും ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാ ഉമ്മ കൊടുക്കുന്നത്. പക്ഷെ ആ ഉമ്മയ്ക്ക് 2 ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. ആ മാതാവ് പറയാണ്, ഞാൻ ഉമ്മ കൊടുക്കണതേ ഓനോടുള്ള എന്റെ അകമഴിഞ്ഞ സ്നേഹം കൊണ്ട് മാത്രല്ല ഡോക്ടറെ. ഞാൻ ഉമ്മ കൊടുക്കുമ്പോ കെട്ടിപ്പിടിച്ച് ഓനെ ഞാൻ ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഓന്റെ വായ എനിക്ക് മണക്കാൻ പറ്റുമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന്. നല്ല ബുദ്ധിയുള്ള ഉമ്മ അല്ലേ? ആ ഉമ്മാന്റെ ബുദ്ധികളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഉമ്മയെ പോലെ ബുദ്ധിയുള്ളവളാവേണ്ടതുണ്ട് നമ്മള്. ക്ലവർ ആവണം. ഉമ്മയും ഉപ്പയും അല്പസ്വല്പം ബുദ്ധിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, കുറച്ച് കൂർമ്മ ബുദ്ധിയും കൂടെ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് പിന്നെയും പിന്നെയും പറയാനുള്ളത്. അപ്ഡേറ്റഡ് ആവുക, ഔട്ട്ഡേറ്റഡ് ആവരുത്. അപ്ഡേറ്റഡ് ആവുക, ഓടണം, മുന്നോട്ട് ഓടണം. നമ്മുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഒന്നല്ല, എത്ര മൊബൈലാ ഓരോരുത്തർക്കും ഉള്ളത്. ഡാറ്റ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവലുണ്ടോ? ഡാറ്റ ഇല്ലാണ്ട് ഒരു ദിവസം നിൽക്കാൻ പറ്റും നമുക്ക്? താനൂരാർക്ക് കഴിയാ, ഞങ്ങൾ ഇടയ്ക്കാർക്ക് പറ്റൂല. ഒരു ദിവസം പോലും നെറ്റ് ഇല്ലാണ്ട് മൊബൈൽ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. 2 ദിവസം മുമ്പേ നോട്ടിഫിക്കേഷൻ വരും, അല്ലേ, ഡാറ്റ കഴിയാനായിട്ടുണ്ട് എന്ന്. ആ 2 ദിവസം മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്യും. ആർക്ക്? ഉപ്പർക്ക് റീചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? ഒരിക്കല് കൗൺസിലിങ്ങിന്റെ ഇടയില് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴേ നല്ല വിറ്റാ. ഒരാളുടെ മൊബൈൽ ഫോൺ വാട്സപ്പിൽ ഭാര്യയുടെ ചാറ്റിൽ കാണുന്നത് മുളക് പൊടി, ഉപ്പ്, സോപ്പ് പൊടി, റീചാർജ്, പിന്നെ മുളക് പൊടി, ഉപ്പ്, സോപ്പ് പൊടി, റീചാർജ്. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ. അതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങള്. വേറെ ഒന്നും അതിന്റെ ഇടയിൽ കാണുന്നില്ല. ഒരു കപ്പിൾ ഗാദറിംഗിൽ പറഞ്ഞു കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഐ ലവ് യു എന്നൊക്കെ പറയുക, ഐ ലവ് യു എന്നൊക്കെ ഒന്ന് സെൻഡ് ചെയ്യുക. രാവിലെ തന്നെ ഗാദറിംഗ് ഒക്കെ കഴിഞ്ഞ് പോയ കപ്പിൾസിൽ ഒരാൾ വിളിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഡോക്ടറെ ഞാനിന്ന് രാവിലെ വാട്സപ്പിൽ മൂപ്പർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. വൈകുന്നേരം വിളിച്ചവൾ അതിന്റെ റിപ്ലൈ തന്നു. ഉച്ചയായിട്ട് മൂപ്പര് അതിനൊരു റിപ്ലൈയും തന്നിട്ടില്ല. ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഡബിൾ ടിക്കൊക്കെ കണ്ടു, ബ്ലൂ ടിക്കൊക്കെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, ഇത്രേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ, പക്ഷെ അവസാനം എഴുതിയ സാധനം ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാനില്ല എന്ന്. അവസാനം എഴുതിയത് എന്താ? ഐ ലവ് യു ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുവോ? അത് ഓളടുത്തല്ലേ, ഓന്റെ അടുത്തല്ലേ ഉള്ളത്. അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെയൊക്കെ കുറവാണ് ഈ കാണുന്നത്. നമ്മള് വീട്ടിൽ വന്നാൽ ഈ കലഹങ്ങളും ബഹളങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രം, അസ്വസ്ഥത മാത്രം കാണുന്ന മക്കള് സുഖം തേടി പോകുന്നതിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും? പക്വതയെത്താത്ത മക്കളാണ്. അഡോളസൻസ് പീരീഡ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്, ചേഞ്ചിങ് പീരീഡ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹോർമോൺ പരമായി, ബയോളജിക്കലി, സൈക്കോളജിക്കലി ഒരുപാട് ചേഞ്ചസ് വരുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പീരീഡില് പലതരത്തിലുള്ള ചിന്തകളിലേക്ക് മക്കളായി പോവും. ഉത്തരവാദി മക്കളല്ല, നമ്മളാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ. അഫാന്റെ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവന് വല്യമ്മയെ കൊന്നിട്ട്, വല്യമ്മയെ തലക്കടിച്ച് കൊന്നതിന് ശേഷം വല്യമ്മയുടെ മാലെടുത്ത് പോയി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ കുറച്ച് ദിവസം? അത് തന്നെയാണ് പത്രങ്ങളിൽ മുഴുവൻ. അതൊരു സീരിയസ് കില്ലിംഗ് ആണ്. മാസ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണ് അതിന്റെ പിറകിലുള്ളത്. ആ സീരിയസ് മർഡറിൽ അവന് വല്യമ്മയുടെ അമ്മമ്മാന്റെ മാലെടുത്ത് കൊണ്ടുപോയിട്ട് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ 48,000 രൂപ കൊണ്ട് കടം വീട്ടുക ചെയ്തത്. ഒരു സൈക്കോളജിക്കും അതിന്റെ ബിഹൈൻഡ്, അതിന്റെ പിറകിലുള്ള സൈക്കോളജി കിട്ടിയിട്ടില്ല. എങ്ങനെ ഒരു കില്ലർ ഒരിക്കലും ആ കില്ല് ചെയ്ത് ആ പൈസ കൊണ്ട് ഉടനെ തന്നെ കടം വീട്ടണം എന്നുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് പിറകിലുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? അപമാനമാണ്,
സമൂഹത്തിൽ അവൻ അനുഭവിച്ച് വന്നിരുന്ന അപമാനമാണ്, മാനച്യുതിയാണ്. അവന്റെ എളാപ്പാനോട് അവനൊരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ കാരണമുള്ളത്, നാഴികയ്ക്ക് 40 വട്ടം അവനോട് പറയുമായിരുന്നു, നീ നന്നാവാൻ പോണില്ല എന്ന്, ഈ ഗുണം പിടിക്കില്ല എന്ന്, ഈ നന്നാവാൻ പോണില്ല എന്ന് നിരന്തരം അവനോട് പറയുമായിരുന്നു. അതാണ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വെറുപ്പ്. കടബാധ്യത ഉണ്ടാക്കി വെച്ചു. സമൂഹത്തിന് മുൻപിൽ അവന് നാണം കെടേണ്ടി വന്നു. പലപ്പോഴും പുറത്തിറങ്ങി പോവാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആരാണ് കാരണക്കാര്? നമ്മളാണ് കാരണക്കാരെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും സൈക്കോളജി പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സമൂഹത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മാനക്കേട്, ഏറ്റവും വലിയ പ്രയാസം, ദുഃഖം എന്താണെന്നറിയോ? മാനം കെടുത്തലാണ്, കളിയാക്കലാണ് എന്ന്. ഇത് പാടില്ല പ്രിയപ്പെട്ടവരെ. സ്കൂളിൽ ഒരിക്കലും കുട്ടികളെ ടീച്ചേഴ്സ് കളിയാക്കാൻ പാടില്ല. ഒരിക്കലും ഒരൊറ്റ തവണ കളിയാക്കി അധ്യാപികയാണോ അധ്യാപകനാണോ വെറുത്തു പോവുക മക്കള്. കാലാകാല മക്കളുടെ ശാപം ഉണ്ടാവും അധ്യാപികയ്ക്ക്, അധ്യാപകന്. മറിച്ച് നിനക്ക് നല്ല ഭാവിയുണ്ട് മോനെ, നിനക്ക് നല്ല ഭാവിയുണ്ട് മോളെ എന്നൊരു ചെറിയ വാക്ക് മതി, പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കുഞ്ഞു വാക്ക് മതി ഒരു അധ്യാപികയുടെ അരികിൽ നിന്നും ഒരു അധ്യാപകന്റെ അരികിൽ നിന്നും ലഭിക്കാൻ. അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓർത്തോർത്ത് അവർ പ്രാർത്ഥിക്കും. അനുഭവമാണ്. എന്റെ മോന്, ചെറിയ മോന് കഴിഞ്ഞ മാസം പരിശുദ്ധ ഉംറ കർമ്മ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ പോയ സമയത്ത്, ചെറിയ മോൻ LKG പഠിക്കുന്ന മോൻ, 5 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അവന് ചെന്ന പാടെ കഅബയ്ക്ക് മുമ്പിൽ എത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവൻ എടുത്തു പറഞ്ഞൊരു പേരുണ്ട്. അവന്റെ ഒരു ജമീല മിസ് ഉണ്ട്, അവന്റെ ക്ലാസ് ടീച്ചർ. അല്ലാ, ജമീല മിസ്സിനെ കാക്കണേന്ന് കുഞ്ഞി കൈയൊക്കെ മുകളിലേക്ക് പൊക്കിയിട്ട് അവൻ പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ ജമീല മിസ്സിനെ കാക്കണേന്ന്. ശരിക്കും കണ്ണു നിറഞ്ഞുപോയി. കാരണം അത്രയും അവന്റെ ഉമ്മയോളം അവൻ സ്നേഹിക്കുന്നുണ്ട് അധ്യാപികയെ. അങ്ങനെയാവുമ്പോ ആത്മദാസ് എമി പറയുന്നത് പോലെ ഒരു അധ്യാപകൻ തന്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞിനെ എപ്പോഴാണോ സ്വന്തം കുഞ്ഞായി കാണുന്നത്, അതുവരെ ഏറ്റവും നല്ലൊരു അധ്യാപകൻ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞ്, ഞാൻ ജന്മം നൽകിയ കുഞ്ഞായി കൊണ്ട് കാണുമ്പോൾ ഏറ്റവും നല്ല, ഏറ്റവും മികച്ച അധ്യാപകൻ ഉണ്ടാവുകയാണ്. വീട്ടില് പലപ്പോഴും മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് കമ്പാരിസൺ. ആ കമ്പാരിസൺ വരുന്നത്, ഉമ്മ കമ്പയർ ചെയ്യുന്നു അല്ലാട്ടോ എന്നും പറയും എന്റെ വാലില്, അല്ലെ? ഉമ്മ കമ്പയർ ചെയ്യുന്നു അല്ലട്ടാ, വാപ്പ കമ്പയർ ചെയ്യുന്നു അല്ലട്ടാ എന്നും പറഞ്ഞിട്ട് നമ്മള് പറയാ. ഓന്റെ മാർക്ക് എത്രയാ, അല്ലെങ്കിൽ ഓളെ മാർക്ക് എത്രയാ, ഓനെ കണ്ടില്ലേജ്, ഓളെ കണ്ടില്ലേജ്. അതിന്റെ അപ്പുറത്തേക്ക് അപമാനം ലഭിക്കുന്ന ഒന്നില്ല പ്രിയപ്പെട്ടവരെ. അവന്റെ അസ്തിത്വത്തെ, അവന്റെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അരുത്. എവിടെയും സമൂഹത്തിന് മുൻപിൽ മറ്റൊരാളെ ഒരിക്കലും നമ്മൾ കളിയാക്കരുത്. ന്യൂനതകൾ ഉള്ള മനുഷ്യനാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കളിയാക്കരുത്. അതാണ് ഏറ്റവും വലിയ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് പറയുന്നത്. അയാളുടെ മനസ്സിനെ തകർക്കുന്നതിന് തുല്യമാണ്. അതാണ് ഈ മേഡേഴ്സിന്റെ ഒക്കെ പിറകിലുള്ളത്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്ഡേറ്റഡ് ആവുക. പറഞ്ഞല്ലോ, ഈ ഉമ്മ തുടരാണ്. മോന്റെ വായ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് അവന്റെ വായയുടെ മണം മനസ്സിലാക്കാനാണ് ഡോക്ടറെ എന്ന്. നല്ല ഉമ്മ. ആ ഉമ്മക്ക് അങ്ങനെ ഒരു ബുദ്ധി വന്നല്ലോ. മക്കളല്ലേ, വൈകുന്നേരം പോയി കേറി വരുമ്പോഴത്തേന് എന്താ കഴിച്ചു വരുന്നത് നമുക്കറിയില്ലല്ലോ. ഞാൻ തിരിച്ചു ചോദിച്ചു, എന്നിട്ട് എന്താ നിങ്ങൾക്ക്, എന്ത് മണം നിങ്ങൾക്ക് കിട്ടല്? അമ്മ പറയാ, അൽഹംദുലില്ലാ, എന്റെ കുട്ടീന്റെ വായ എപ്പോഴും ചോക്ലേറ്റോ സ്ട്രോബെറിയോ മാത്രം മണക്കലുള്ളൂ എന്ന്. എന്നും ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി. പാവല്ലേ ഉമ്മ. ആ ഉമ്മാന്റെ നമ്മളെ പോലെ നിഷ്പ്രയാസം പറ്റിക്കാൻ പറ്റുന്ന, പൊട്ടക്കിണറിലെ തവളയേക്കാളും അധപ്പതിച്ച ഒരു ഉമ്മ. ഞാൻ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. ആ ഉമ്മയെ നിഷ്പ്രയാസം പറ്റിക്കുകയാണ് ഈ മോനെ. ഉമ്മാന്റെ വിചാരം എന്താ? എന്റെ കുട്ടി എന്നും ഡയറി മിൽക്ക് തിന്ന് വരികയാണ്, എന്റെ കുട്ടി എന്നും സ്ട്രോബെറിന്റെ ടേസ്റ്റിൽ ആൽഫലീബ തിന്ന് വരികയാണ്, എന്റെ കുട്ടി എന്നും ചുയിങ്കം ചവച്ച് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദുഃഖ വാർത്ത അടുത്ത സിറ്റിംഗിൽ ആ മോനുമായിട്ട് വരാൻ പറഞ്ഞു ആ ഉമ്മാനോട്. ഞാന് ഒന്നുമല്ല, വെറുതെ നിങ്ങളെ കുട്ടീനെയും കൊണ്ടുവന്ന് വരി. ക്ലിനിക്കിൽ വന്നു. സംശയമൊട്ടും പിഴച്ചില്ല. എന്നും കഴിച്ച് വരുന്നത് നിക്കോട്ടിനായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ കുട്ടി കഴിഞ്ഞ 3 വർഷമായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഉമ്മക്കറിയില്ല സ്ട്രോബെറിന്റെയും ചോക്ലേറ്റിന്റെയും വൈറ്റ് ചോക്ലേറ്റിന്റെയും ഒക്കെ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലും ടേസ്റ്റിലും മണത്തിലും ഒക്കെ ഉള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ നിന്ന്. അപ്പൊ ആ ഉമ്മക്ക് അറിയണ്ടായിരുന്നില്ല.
വേറൊരു ഉമ്മ വന്ന് പരാതി പറഞ്ഞത് മോനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഉമ്മാന്റെ വിഷയം പറയാൻ വന്നതാ. മോൻ എന്നും മുറിയും പൊളിയാണ് ഡോക്ടറെ മേത്ത്. മനസ്സിലായോ? അവരുടെ നാടൻ ഭാഷയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാ. എന്നും മേത്ത് മുറിയും പൊളിയാണ്, എന്നും മേത്ത് മുറിവുകളാണ് എന്ന്. മോൻ പറയൂ, ഇത്രേ വെച്ചുത്തി വീണതാണ്, കൊതുക് അടിച്ചതാണ്, മാന്തിയതാണ്, പൊളിഞ്ഞതാണ്. കാരണം എന്നും സ്റ്റിക്കർ ഉണ്ടാവും മേല്. നമ്മൾ മുറിക്കൊട്ടിക്കണ ബാൻഡേജ് ഇല്ലേ, അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ഒട്ടിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, കൊതുക് അടിച്ചതും മാന്തിയതും ചൊറിഞ്ഞതും പൊട്ടിയതും ബ്ലേഡ് തട്ടിയതൊന്നും അല്ല, ബ്ലേഡ് വെച്ചതാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയിലേക്ക്, വിവേകത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യും ശരീരത്തിന്റെ ഭാഗങ്ങള്, എന്നിട്ട് ആ മുറിവിലേക്ക് ഇട്ടുകൊടുക്കും ഡ്രഗ്സ്. പൗഡറുടെ രൂപത്തിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, അത് ഇട്ടുകൊടുക്കാം മുറിവിനുള്ളിലേക്ക്. അതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കും. അത് സഡൻ ആയിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. സബ്സ്റ്റൻഷ്യൻ ആയിട്ട് ഡോപ്പമൈൻ ഉണ്ടാവും, ഹാപ്പി ആവും, നേരത്തെ പറഞ്ഞ സ്വർഗം കാണും. നമ്മൾ വിചാരിക്കെന്താ, മുറി ഉണ്ടായതാണ് പാവന്റെ കുട്ടിക്ക്. അതിൽ നമ്മൾ ജാഗരൂകരായി നിൽക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ നിരന്തരം ഇങ്ങനെ മുറിവുകൾ ഉണ്ടാകുന്നു? 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളെയാ കൊണ്ടുവന്നത്. അമ്മമ്മയുടെ 2.5 പവന്റെ മാല മോഷ്ടിച്ചു. കാരണം എന്താ? 4 തവണ കഞ്ചാവ് ഫ്രീ ആയിട്ട് 9ാം ക്ലാസ് പഠിക്കുന്ന അവളുടെ സീനിയറിലെ പെൺകുട്ടി അവൾക്ക് കൊടുത്തു. ആദ്യം കൊടുത്തത് ബബ്ലി എന്ന് പറഞ്ഞൊരു ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ആ ഡയറി മിൽക്കിലാക്കിയിട്ടാ. കഞ്ചാവ് ഉണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല അവൾക്ക്. അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തു. 1 തവണ ഉപയോഗിച്ചു. അടുത്ത ദിവസം അവള് ചോദിച്ചു, ഇന്നലെ തന്ന മിഠായി കയ്യിലുണ്ടോന്ന്. പിന്നെന്താ, റെഡിയാക്കി വെച്ചിരിക്കല്ലേ. പിറ്റേ ദിവസം അവള് കൊടുത്തു. കുറച്ച് ദിവസം അടുപ്പിച്ച് ഈ കുട്ടി ഇതേ മിഠായി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം ലഹരിയല്ലേ. അതേ സമയമാകുമ്പം ശരീരത്തിനുള്ളിലുള്ള ന്യൂറോൺസും ആർട്ടറീസും വെയിൻസും ഈച്ച് ആൻഡ് എവറി ഓർഗൻസും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും. പല സിംറ്റംസും ശരീരം കാണിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ ചോദിക്കാം, മിഠായി ഉണ്ടോ? മിഠായി കൊടുത്തു. 5 ദിവസം ഫ്രീ ആയിട്ട് കൊടുത്തു. 6ാം ദിവസം മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, ഇനി വെറുതെ തരാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ. ആ സ്കൂളിൽ 1200 മക്കളുള്ള ആ സ്കൂളില് 300 കുട്ടികളും കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികളാ. നിങ്ങൾ ആലോചിക്കണം, 5ാം ക്ലാസ് മുതൽ തുടങ്ങാണ്. ഒരുപക്ഷെ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നേ ഉണ്ടാവില്ല, ഇത് മനസ്സിലാക്കുന്നേ ഉണ്ടാവില്ല. ഏതെല്ലാം രൂപത്തിലും വ്യത്യസ്തമായ രീതിയിലുമാണ് മക്കൾ ഇത് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ അപ്ഡേറ്റഡ് ആവുക, നിരന്തരം മക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവരുടെ എവരിതിങ്, അവരുടെ ബുക്സ്, അവരുടെ ബാഗ്, അതിലപ്പുറത്തേക്ക് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതെല്ലാം മറച്ചു വെക്കാം. കാരണം മണവും ചൂരും സിംറ്റംസ് ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പോഴത്തെ ഡ്രഗ്സിന്. നമ്മൾ വിചാരിക്കും കുട്ടി വരുമ്പോ ആടുന്നുണ്ടോ, കുട്ടി വരുമ്പോ കണ്ണ് ചുമക്കുന്നുണ്ടോ, അല്ലെ? പഴയ എന്നോ കേട്ട കുറെ ലക്ഷണങ്ങൾ നമ്മൾ ഉള്ളിൽ ഉണ്ടല്ലോ. അതൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ഇപ്പോ ആട്ടും കൂത്തൊന്നും ഇപ്പൊ ഇല്ല ഇപ്പോഴത്തെ ഡ്രഗ്സിന്. ഹൈലി ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊന്നും ആട്ടമൊന്നും ഉണ്ടാവില്ല. ബാലൻസിനൊന്നും വലിയ ഭംഗൊന്നും തുടക്കത്തിലേ സംഭവിക്കൂല. അടിച്ചങ്ങ് പോവുക ചെയ്യുക, ഒറ്റയടിക്കങ്ങ് അടിച്ചു പോവുക ചെയ്യുക. ന്യൂറോ ടോക്സിൻസ് ആണ്. ഡയറക്റ്റ് ന്യൂറോൺസിനെ, തലച്ചോറിലെ നാഡികളെയാണ് എഫക്ട് ചെയ്യുന്നത്. കണ്ണ് ചുമക്കൊന്നുമില്ല, അത്തരം ലക്ഷണങ്ങളൊന്നും ചിലപ്പം കണ്ടെന്ന് വരില്ല. പക്ഷെ മക്കളുമായി അത്രയേറെ ബന്ധമുള്ള മാതാപിതാക്കളാവുക, അവരുടെ ചെരുപ്പിലേക്ക് ഇറങ്ങി ചെല്ലുക. കലഹവും ബഹളവും വക്കാണോ ഒക്കെ നിർത്താനുള്ള സമയമായി പ്രിയപ്പെട്ടവരെ. പുയ്യാപ്പിളിയും പുതണ്ടും തമ്മിൽ വക്കാണം കൂടേണ്ട കാലൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും കച്ചറിയും പിച്ചറിയായിട്ട് നടന്ന കുട്ടികൾ വഴി തെറ്റിപ്പോണം. ഓലോളെ പാട്ടിന് പോവും, ഇല്ലേ? അസ്വാരസ്യങ്ങളൊന്നൊക്കെ ഒഴിവാക്കാനുള്ള സമയം കഴിഞ്ഞു. കാരണം നമ്മൾ ഇത് അനുഭവിക്കുന്ന ആളുകളാ.